ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി ബിരിയാണിയാണ്, തന്തൂരി ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരുപോലത്തെ ബിരിയാണിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് കഴിക്കണം തോന്നുമ്പോൾ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റൈസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ തന്തൂരി ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 850 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് തന്നെ കളയണേ, എങ്കിലേ മസാല പിടിച്ചു കിട്ടുള്ളൂ. ചിക്കനിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്യട്ടോ. പൊതുവേ ഈ ഒരു രീതിക്കാണ് തന്തൂരി ചിക്കൻ ഉണ്ടാവാറുള്ളത്. പിന്നെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ക്യുമിൻ സീഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ഫെനുഗ്രീക്ക് ലീവ്സ് എന്നും പറയും. ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണേ. തന്തൂരി ചിക്കനിൽ മെയിനായിട്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു കസൂരി മേത്തിയാണ്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തത് ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള നീരും കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ കൈ വെച്ചിട്ട് നമ്മൾക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ലപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ, കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ. അതുപോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ, കാരണം എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചിക്കനിൽ നന്നായിട്ട് മസാല തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പോ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തിട്ട് നമ്മളൊരു 4 മണിക്കൂർ ചുരുങ്ങിയത് എന്തായാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ചിക്കനിലേക്ക്. പിന്നെ നിങ്ങൾ രാവിലെയൊക്കെ ബിരിയാണി റെഡിയാക്കാൻ തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് മൊത്തത്തിൽ തലേദിവസം രാത്രി മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. അത് നിങ്ങൾ സൗകര്യം നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് 4.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ ഒരു പീസ് അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ മെൽട്ടായതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പീസെങ്കിലും അളവിൽ ബട്ടർ ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഒരു ചിക്കന് കഴിക്കാൻ വേണ്ടിയിട്ട്. അഥവാ ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിലോ കയ്യിലില്ല എന്നുള്ളവരാണെങ്കിലോ നിർബന്ധമില്ല, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, എത്രയാണോ പാനിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് തന്തൂരി ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇട്ട ഉടനെ തന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിന് വെള്ളം മുഴുവനായിട്ട് ഇറങ്ങിയിട്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റിലും പെർഫെക്ഷനൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇട്ട ഉടനെ തന്നെ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ്റെ ആ 2 ഭാഗം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടച്ചു വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതുപോലെ കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് ഈ ഒരു രീതിക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചിട്ട ഭാഗവും ഈ ഒരു രീതിക്ക് തന്നെ മൊരിഞ്ഞ് വന്നാൽ മാത്രം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഓവർ വെന്തുടയുന്നവരെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ബിരിയാണി വെക്കുന്നതാണല്ലോ, മസാലയിൽ നമ്മൾ ഇട്ടിട്ട് വേവിക്കും. അതുപോലെ തന്നെ ദമ്മൊക്കെ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രം വേവിച്ചെടുത്താൽ മതിയേ. ചിക്കൻ നല്ലപോലെ മുരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മുഴുവനും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ നേരത്തെ മസാല റെഡിയാക്കിയിട്ടുള്ള ബൗളിൽ നിങ്ങൾക്ക് കുറച്ച് മസാല കാണുന്നുണ്ടാവും. അപ്പോൾ ഈ മസാല നിങ്ങൾ കളയരുത് കേട്ടോ, നമ്മളിത് സൂക്ഷിച്ച് വെക്കണം. കാരണം നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കുന്ന സമയത്ത് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ കളയാൻ പാടില്ല. അഥവാ നിങ്ങൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് മസാല ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. എന്തായാലും ബാക്കിയാവും. ഞാനൊക്കെ പറഞ്ഞിട്ടുള്ള കറക്റ്റ് അളവിലാണെങ്കിൽ ഇതുപോലൊരു 3-4 ടേബിൾ സ്പൂണോളം എന്തായാലും മസാല ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് എടുത്ത് വെക്കുക.
ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഐറ്റമാണ് സവാള. അപ്പോൾ ഞാനിവിടെ 3 ഈ ഒരു വലുപ്പമുള്ള സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ ഈ ഒരു റൈസും മസാലയും ഒക്കെ മിക്സിങ് ആയിട്ടാണ് കേട്ടോ കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഒത്തിരി വലുപ്പത്തിൽ സവാള കട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുരുവും തൊലിയും ഒന്നും കളയാതെ ഡയറക്റ്റ് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചു കൊടുത്തിട്ടാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു ബിരിയാണി മസാലയ്ക്ക് തക്കാളി ഇങ്ങനെയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 കൂടി ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ വെളുത്തുള്ളി എടുത്തത് നമുക്കിവിടെ കിട്ടുന്ന വലിയ സൈസ് വെളുത്തുള്ളി ഉണ്ട്, അതിൻ്റെ ഒരു വലിയ ബോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ നേരെ പകുതിയായിട്ട് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങളെ എരിവ് നോക്കിയിട്ട് മാത്രം എടുക്കുക കേട്ടോ. എൻ്റെതിപ്പോൾ വലിയ എരിവുള്ള പച്ചമുളകല്ല, അതുകൊണ്ട് ഞാനൊരു 10-12 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള വെളുത്തുള്ളി നല്ല പോലത്തെ ചെറുതാണെങ്കിൽ ഒരു 2 ബോളോളം എടുത്താൽ മതിയേ. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓവർ പേസ്റ്റ് ആക്കാൻ വേണ്ടി നിൽക്കണ്ട, അപ്പോൾ ബിരിയാണിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഇലകളും കാര്യങ്ങളും അതുപോലെ തന്നെ പൗഡേഴ്സൊക്കെ ഞാൻ ബിരിയാണി മസാലയിൽ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക്, പാൻ ചൂടായ സമയത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലപോലെ കളറൊക്കെ മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കണേ. അതുപോലെ തന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഇടേണ്ട, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇത്രയും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ ചതച്ച് വെച്ച് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് എന്തായാലും ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണേ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചിക്കനിൽ തേച്ച് കൊടുത്തിട്ടുള്ള മസാല ബാക്കിയുള്ളത് എടുത്തു വെക്കണം എന്നുള്ളത്, അത് മുഴുവനായിട്ട് ഈ ഒരു സമയത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. എത്രയാണോ ബാക്കിയുള്ളത് മുഴുവൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പും കൂടി തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഒരു 1/4 കപ്പ് മാത്രം മതിയാവും കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, ആ ഒരു തക്കാളിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് എന്തായാലും വേവിച്ചെടുക്കണേ. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. അടുത്തത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ സീഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. പുളി നോക്കിയിട്ട് എത്രയാണോ വേണ്ടതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില, അതുപോലെ തന്നെ സെയിം അളവ് തന്നെ ഒരു കൈപ്പിടി നിറയെ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഇലകൾ ഇത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലേവർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഈ ഒരു സമയത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു പീസ് ലെഗ് പീസിൻ്റെ ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മസാലയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ആ ഒരു മസാലയുടെ കളറെല്ലാം ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾക്ക് ഫുഡ് കളർ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ ചിക്കനിൽ മസാല റെഡിയാക്കുന്ന സമയത്ത്. ഞാൻ പിന്നെ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പൊതുവേ തന്തൂരി ചിക്കൻ ബിരിയാണിയൊക്കെ കണ്ടിട്ടുള്ളവർ തന്നെയായിരിക്കും, കഴിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അതൊക്കെ ഫുഡ് കളറിൻ്റെ ആ ഒരു ഭംഗി കൊണ്ടാണ് കേട്ടോ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട്
അതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചേർക്കാതെ നോക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു 8 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് 5 to 8 മിനിറ്റ് എന്തായാലും അടച്ച് വെച്ച് കൊടുക്കണം, എങ്കിലേ സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മസാലയൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോറൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, 4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജീരകശാല അരി വെച്ചിട്ടും ചെയ്യാം. പിന്നെ പൊതുവേ ഞാൻ തന്തൂരി ചിക്കൻ ബിരിയാണിയൊക്കെ ബസ്മതി റൈസ് വെച്ചിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ഇഷ്ടമുള്ള അരി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു മന്തിക്കൊക്കെ എടുക്കുന്ന സെയിം അരി തന്നെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു അരമണിക്കൂറിന് മുകളിലായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു വലിയൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അധികം തന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഹോൾ സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ഏലക്കായ, ഒരു 5-6 ഗ്രാമ്പു, അതുപോലെ തന്നെ 2 കുഞ്ഞു പീസ് അളവിൽ പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്റ്റാർ അനീസ് എന്ന് പറയുന്ന തക്കോല ഉണ്ടല്ലോ, അതും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ചോറിലെ അരി തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അരി ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തോട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നിങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ കയ്യിലെടുക്കുന്ന സമയത്ത് കണ്ടില്ല നല്ലപോലെ മുറിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് ചുരുങ്ങിയത് ഒരു 90% എന്തായാലും വേവണം കേട്ടോ, കാരണം നമ്മൾ ഒരുപാട് സമയം ദമ്മിട്ട് വെക്കുന്നില്ല. അപ്പോൾ 10% ദമ്മിൽ വെന്തോളും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏലക്കായ, ഈ തക്കോലം, ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. കാരണം നമ്മൾ ദം ചെയ്യുന്ന സമയത്തും കൂടി കുറേ സമയം വെക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് ആവിപ്പോവും. അതുകൊണ്ട് അത് വേണ്ട. ബാക്കിയുള്ള ഗ്രാമ്പും പട്ടയൊക്കെ അവിടെ നിന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് റൈസ് മുഴുവനായിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറും മസാലയൊക്കെ റെഡിയായതിന് ശേഷം ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുള്ള ആ ഒരു വലിയ പാത്രം ആയതുകൊണ്ട് അതിൽ തന്നെ കേട്ടോ ദമ്മിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദമ്മിടുമ്പോൾ കുറച്ചൊരു വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയുടെ പകുതി മസാല ഫസ്റ്റ് ലെയറായിട്ട് അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിൻ്റെ പകുതി ഭാഗം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലേക്കായിട്ട് പകുതി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു സ്ട്രെയിനറിൽ പകുതി ചോറാണ്, എള്ളും പകുതി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ലാസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിൽ ഇതുപോലെ കുറച്ച് പുതിനയിൽ രണ്ടും കൂടിയിട്ട് കുറച്ചായിട്ട് ചെറുതായിട്ട് കട്ടയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ട് അടുത്ത ലെയറിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പകുതി ചോറുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ ചെയ്യുക. പാലിൽ മഞ്ഞൾ കലക്കിയത് അവിടെ ഇവിടെയായിട്ട് ഇട്ടിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അമ്മായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാലയിൽ ഇട്ട് കൊടുത്തതിന് ആ ഒരു മസാലയുടെ കളറായി പോകും. കാരണം നമ്മൾ കളറൊന്നും ചേർക്കാതെ കൊണ്ട് തന്നെ ഫോട്ടോയിൽ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ഫോയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ടൈറ്റായിട്ട് അടപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ദം ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടിയിലെ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഇതുപോലെ ദം ചെയ്തെടുക്കുക.
അങ്ങനെ 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ നമ്മുടെ ഫോയിലും അടപ്പൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ദമ്മായതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ദം പൊട്ടിക്കാനായിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ചെറിയൊരു ബൗൾ, എന്തെങ്കിലും ബൗളോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ ചുരുട്ടിയിട്ട് ഇതൊരു ബൗളിൻ്റെ ഷേപ്പായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കുഞ്ഞു പീസ് അളവിൽ ചാർക്കോൾ ഇതുപോലെ നല്ലപോലെ കനലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചാർക്കോളിൻ്റെ മുകളിലായിട്ട് ഒരു 1-2 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് കണ്ടില്ല, ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നേരത്തെ ആ ഒരു ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അടപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന അടപ്പൊക്കെ ആണെങ്കിൽ, വെയിറ്റുള്ള അടപ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഫോയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പുക ഒട്ടും എന്തായാലും പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു ചുരുങ്ങിയത് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസിലൊക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരും കേട്ടോ. സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 5 മിനിറ്റ് എന്തായാലും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബൗൾ ആദ്യം തന്നെ എടുത്ത് മാറ്റുക, ചോറിലൊന്നും എണ്ണ ആവാതെ. എന്നിട്ട് മുകളിലത്തെ ചിക്കനും ഞാൻ എടുത്ത് മാറ്റിയിട്ട് ചോറും നമ്മുടെ മസാലയും ഒക്കെ കൂടിയിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മന്തിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന പോലെ ചോറും നമ്മുടെ ഈ ഒരു മസാല എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ചെയ്യണം, ഹൈദരാബാദ് ബിരിയാണിയൊക്കെ പോലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞ കളറും അതിൻ്റെ കൂടെ നമ്മൾ മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ റെഡ് ഫുഡ് കളറും ആവശ്യം ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2-3 കളറിലായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഞാനിതിപ്പം വീട്ടിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സെർവ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ചിക്കൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് ഞാൻ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു ചിക്കൻ്റെ ഭംഗി പോകില്ല. അപ്പോൾ എനിക്ക് ഫോട്ടോക്ക് അത്രയ്ക്ക് മൊഞ്ചി കിട്ടില്ല, കാരണം നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റൈസാണ്, എപ്പോഴും നമ്മൾ ഒരുപോലത്തെ ബിരിയാണിയൊക്കെ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്